ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ കൊടൈക്കനാൽ പോയിട്ട് വന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ 3-4 ദിവസമായിട്ടോ പോയിട്ട് വന്നിട്ട് ഒരു 4 ദിവസമായിട്ടുണ്ട്. അതങ്ങോട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് വല്ലാത്തൊരു പാടായിരുന്നു കേട്ടോ. കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് പാട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അതൊന്നും കോപ്പി റേറ്റ് വരാതെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇരുട്ടത്ത് സ്വിച്ച് കടന്ന് തപ്പുന്നത് പുലർച്ചെ 2 മണി ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. നല്ലപോലെ ഉറക്കം പിടിച്ച് നല്ല തണുപ്പ് കിട്ടുന്ന സമയമാണ് കേട്ടോ. ആ സമയത്താണ് നമ്മൾ എണീറ്റത്. ഇനി സമയം ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. 2:30-3 മണിയാകുമ്പോഴത്തേക്കും ഒക്കെ റെഡി ആയിട്ട് വണ്ടി ഇവിടെ അടുത്ത് വരും, അവിടേക്ക് പോകണം. അപ്പോൾ അത് ആദ്യം ഞാൻ എണീറ്റ് എന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഉറക്കം അപ്പം ഒന്ന് മാറ്റിയെടുത്തുട്ടാ. ഇന്നിപ്പോൾ പോണത് കൊണ്ട് തന്നെ ഇന്നലെ രാത്രി വൈകിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. ആ ഒരു പോണ എക്സൈറ്റ്മെൻറ്റൊക്കെ ആലോചിച്ചിട്ടേ. പിന്നെ അതുമല്ല, ഛർദിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അതിനെക്കാട്ടി ഇടങ്ങറായിരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പോയി അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് പോയിട്ട് വന്ന്. അങ്ങനെ ഞാൻ എണീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി, ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി കുട്ടികളെയും എണീപ്പിച്ച് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റിച്ചുട്ടാ. ഒരാൾ നല്ല ഉറക്കമപ്പായിരുന്നു, അവനെ എണീപ്പിക്കാൻ നല്ല പാടുപെടുകയും കൂടെ ചെയ്തിട്ടാ. അങ്ങനെ പിന്നെ അവരിനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഞാനും മാറ്റി ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ വണ്ടിയും വന്നു. ട്രാവലറാണ് കേട്ടോ. ഞങ്ങളൊരു 5 ഫാമിലി ഉണ്ട്. ഇക്കാൻ്റെ ഫ്രണ്ട്സും അവൻ്റെ വൈഫും കുട്ടികളും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ 5 ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത്. സംഭവം നല്ല കളറായിരുന്നു കേട്ടോ. ആ പുലർച്ചെ 2 മണിയായതുകൊണ്ട് ചെറിയൊരു ഉറക്കമപ്പുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. അപ്പോൾ എല്ലാവരും വണ്ടി ഫുള്ളായിട്ടുണ്ട് കേട്ടോ, കുട്ടികളെല്ലാവരും ആയിട്ട്. അതുപോലെ പാട്ടിട്ടിട്ട് അടിച്ച് പൊളിച്ചിട്ടാണ് പോയത്. അതെങ്ങനെ ഇതിലിട്ട് കഴിഞ്ഞാലേ കോപ്പിറൈറ്റ് വന്നാലോ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പാട്ടിടാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വൈബായിരുന്നു കേട്ടോ. പോകുമ്പോഴും നല്ല വൈബാണ്, വരുമ്പോഴും നല്ല വൈബായിരുന്നു. പക്ഷെ വരുമ്പോൾ നമുക്ക് ഈ പോയതിൻ്റെയൊക്കെ ഒരു ക്ഷീണം കൊണ്ട് ചെറുതായിട്ട് ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതുമല്ല, എനിക്ക് ഛർദിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ലോങ് ട്രിപ്പ് പോകാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഈ ഛർദി കാരണം ഞാൻ ടൂറുകളെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ച് വേണ്ടിയില്ല കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഛർദിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. വന്നവർക്കും മടുക്കും, കൂടെ വന്നവർക്കും മടുക്കും, എനിക്കും മടുക്കും. പിന്നെ എങ്ങനെയെങ്കിലും വീട് എത്തിയാൽ മതി എന്ന് തോന്നും. അങ്ങനത്തെ ഒരു മടുപ്പായിരിക്കും കേട്ടോ വരിക. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കടയിൽ കയറിയിട്ട് അതിന് ചായയും കുടിച്ചു കേട്ടോ. ചായയും ഉഴുന്ന് വടയും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. രാവിലെ നേരത്തെ 3 മണിക്ക് കയറിയതല്ലേ. അപ്പോൾ പിന്നെ ഒരു ഉഴുന്ന് വടയും ചായയും കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടാണ്. നല്ലപോലെ പാട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഡാൻസും കാര്യമൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ അതുമല്ല, ഇങ്ങനെ പോണ വഴിക്ക് വലിച്ച് വാരി കഴിക്കാനും പറ്റില്ല. ഈ ഛർദിയുള്ളവർ നമുക്ക് വിശപ്പിന് എന്തെങ്കിലും കഴിക്കാനും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് വേണ്ടാത്ത സ്നാക്സ് പോലത്തെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഛർദിക്കും. അതുപോലെ ഞാൻ പോകുമ്പോൾ തന്നെ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. പണ്ട് ഗുളിക കഴിച്ചാലും ഞാൻ ഛർദിക്കും കേട്ടോ. ഛർദിച്ച് വല്ല ഇങ്ങനെ മയങ്ങുന്ന അവസ്ഥയല്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് തീരെ വേണ്ടാന്ന് തോന്നും കേട്ടോ. ഇപ്പോൾ പിന്നെ കുട്ടികൾക്കും അവർക്കും ഇങ്ങനെ പോകാൻ നല്ലൊരു ഇൻട്രസ്റ്റാണ് എനിക്ക്. നമ്മൾ കാരണം അത് വേണ്ട പറഞ്ഞിട്ടാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇങ്ങനെ പോയി ശീലമായപ്പോൾ ഇപ്പം അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നല്ല വൈബാണ്. എല്ലാവരും ആ 2 മണിക്ക് എണീറ്റാണ് കേട്ടോ. ഇതൊക്കെ നല്ല വൈബിൽ ഇങ്ങനെ ഡാൻസും കാര്യമൊക്കെ ആയിട്ട് ഇരിക്കുന്നതാ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളും എണീറ്റ് ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ ഡാൻസ് കളിച്ചു കേട്ടോ. അങ്ങനെ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ സൂര്യൻ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ കുറച്ചിപ്പോൾ സൈലൻ്റ് ആയിട്ടോ. അവർ രാവിലെ നേരത്തെ എണീറ്റല്ലേ, ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടതുകൊണ്ട് ഓരോരുത്തരും ഓരോ സൈഡിൽ ഇങ്ങനെ കുറേ നേരം ഡാൻസൊക്കെ കളിച്ചു. ഇപ്പോൾ കുറച്ച് അങ്ങനെ അവർ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വിശക്കുന്നുമുണ്ട്, ഫുഡ് കഴിക്കേണ്ടതൊക്കെ സമയമായി വരികയല്ലേ. അപ്പോൾ ഈ കാറ്റാടി യന്ത്രം ഇങ്ങനെ കറങ്ങുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും നേരിട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് പഴനി എത്താനായി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ തമിഴ്നാട്ടിലേക്കുള്ള കറണ്ടൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു. ഇതൊക്കെ ഏകദേശം കുറച്ച് അടുത്തുനിന്നാണ് കേട്ടോ കാണുന്നത്. നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ സൺറൈസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് പൊന്തി വരുന്ന കണ്ടില്ലേ. ഇനി നമ്മൾ പോകെ അതങ്ങോട്ട് മുഴുവനായിട്ട് വരും കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉദിച്ച് മുകളിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ഓറഞ്ച്, കടുത്ത ഓറഞ്ച് ചുവപ്പ് ആ ഒരു കളറായിരുന്നു കേട്ടോ.
തമിഴ്നാടായതുകൊണ്ട് തന്നെ ഓരോ സ്ഥലവും എത്തുമ്പോൾ നല്ലപോലെ വേണ്ട ചെറിയ സ്മെല്ലുകളും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഗ്ലാസ് മുഴുവനായിട്ട് തുറന്ന് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മരുന്നിൻ്റെയൊക്കെ ഒരു മണം കേട്ടോ. എനിക്കറിയില്ല എന്തിൻ്റെയൊക്കെ ആണെന്നുള്ളത് അറിയില്ല, പക്ഷേ ഇങ്ങനെ ഓരോ മരുന്നിൻ്റെ മണമായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ആയിരിക്കും. പിന്നെ എന്തോ ആ ഗുളികൻ്റെ ഒരു ബലത്തിൽ അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിലേ ഞങ്ങളൊന്ന് പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളിനെയൊക്കെ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചുരം കയറുകയാണ് കേട്ടോ. ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ ഇനി യൂറിൻ പാസ് ചെയ്യണമെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമൊന്നുമില്ല. ഇനി അങ്ങ് മുകളിൽ എത്തിക്കഴിഞ്ഞാലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഞങ്ങൾ ഈ താഴെ പെട്രോൾ പമ്പിൽ തന്നെ ചെയ്തിട്ടാണ് കേട്ടോ കയറിയത്. ഇനിയിപ്പോൾ നമ്മൾ ചുരം കയറാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ചുരം കയറുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആരും ഫുഡ് വേണ്ടെന്നാണ് പറഞ്ഞത്. നേരെ മുകളിൽ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അത് കഴിച്ചത് പറ്റിയില്ലെങ്കിലോ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ നേരം വരുന്നതിൻ്റെയും ആ പച്ചപ്പും ആ ഇടയിൽ ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ വരും പോകും വരും പോകും അങ്ങനെയായിരുന്നു കേട്ടോ. അവളുടെ നിർബന്ധം ഭ്രാന്തായാൽ എന്ത് സുഖം സക്കറാത്തുൽ മൗത്ത് എന്തു രസം. അങ്ങനെ ഇതാ ചുരം കയറി ഒരു പകുതി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഇങ്ങനെ കോട വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് പക്ഷേ ഈ ഫോണ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇട്ടിട്ട് എടുക്കാനും ഒരു പേടി, കഴിക്കുന്ന എങ്ങാനും വീണ് കഴിഞ്ഞാലോ പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് ഈ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ എടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ പകുതിയിൽ നിന്ന് വണ്ടി നിർത്തിയിട്ടാ. ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിന്നാൽ കുറച്ച് ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ഞാനൊന്നും വാങ്ങി കുടിച്ചില്ല കേട്ടോ. ഇക്കയും ഫ്രണ്ട്സൊക്കെ വാങ്ങി കുടിച്ചു. എനിക്കിനി അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ പെടും. അതുകൊണ്ട് ഞാൻ ഇനി മുകളിൽ എത്തിയിട്ടേ കഴിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ കോടമഞ്ഞുണ്ട് കേട്ടോ. ആ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാ അറിയോ. സത്യം പറഞ്ഞാൽ ഈ ഫോണിൽ കാണുന്നതിനെ കാട്ടി നേരിട്ട് കാണാനാണ് കേട്ടോ ഏറ്റവും ഭംഗി. നമുക്കിത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ വരുന്നത്. ഊട്ടിയിൽ പോയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പോണ സമയത്ത് ഇതുപോലെയൊന്നും മഞ്ഞുണ്ടായിരുന്നില്ല കേട്ടോ ഊട്ടിയിൽ. അതുമല്ല എനിക്കന്ന് ബോധം ഉണ്ടായിരുന്നില്ല ഛർദ്ദിച്ചിട്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞ് എന്താണ് ഊട്ടി എന്താണെന്ന് ഞാൻ നേരം പോലെ കണ്ടിട്ടില്ല. ഇന്ന് പക്ഷേ കൊടൈക്കനാൽ കണ്ടിട്ട് ഞാൻ ഞെട്ടി മക്കളെ. അടിപൊളിയായിരുന്നു കേട്ടോ. കേവിലേക്കൊക്കെ പോണ സമയത്തുണ്ടല്ലോ, നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളിനെ അപ്പുറത്ത് കാണൂല, അങ്ങനെയായിരുന്നു കേട്ടോ കോടമഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നത് നമ്മൾ വിചാരിക്കും മേഘമാണ് കേട്ടോ, ആകാശം മേഘമാണ് കാണുണ്ടാവുക എന്ന്. പക്ഷെ അതല്ലാട്ടത് മൊത്തം മഞ്ഞാണ്. ഇനി കുറച്ച് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അതങ്ങോട്ട് മാറിപ്പോകും കേട്ടോ. ഫുള്ള് പച്ചപ്പായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടോപ്പിൽ നിന്നിട്ട് ആ താഴത്തേക്ക് വീഡിയോ എടുക്കണം, അടിപൊളിയാണ്. പക്ഷേ ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ ഇതിങ്ങനെ ചുരം ചുറ്റി കയറുകയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ എവിടെ നിർത്താനാണ്. അങ്ങനെ അവസാനം ഞങ്ങളിങ്ങനെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ടല്ലോ, കണ്ടില്ലേ, ഇതേപോലെ ട്രിപ്പ് വന്ന ആൾക്കാരാണ് കേട്ടോ. ട്രിപ്പ് വന്നാണോ ഇനിയിപ്പോൾ ഇവിടുത്തെ ബസ്സാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ അത് ചെറിയ പൂക്കൾ, അത് ഒരു രക്ഷയില്ല, നല്ല ഭംഗി. എന്നാന്നിട്ട് പറയുന്നത് ഇടയിലൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് ആ കുറച്ച് ചെടി വലിക്കായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ചെടിയും വലിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് എവിടെയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു ക്ലൈമറ്റിന് പറ്റിയ പാട്ടാണ് വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരിക. അങ്ങനെ ഇതാ നല്ല തണുപ്പടിച്ചിട്ട് ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഷട്ടറിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. ഇതാ വീണ്ടും ഞാൻ കാണിച്ചത്, അതാ കണ്ടില്ലേ എന്ത് ഭംഗി അറിയോ ഈ കോടമഞ്ഞ്. അവസാനം ഞങ്ങളിതവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ടോ. ആർക്കും അധികം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇറങ്ങാനായിട്ട്, അധികം അത്രയും വെള്ളവും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഇറങ്ങി വന്ന് ഇവിടുന്ന് ഫോട്ടോ എടുത്തു. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്നതല്ലേ, അപ്പോൾ പിന്നെ അരിച്ചു പെറുക്കി ഫോട്ടോയും വീഡിയോ എടുക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഫുള്ളും തിരക്കാണ് കേട്ടോ. നമുക്ക് പ്രൈവസി ആയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. നമ്മളെടുക്കുന്ന ഫോട്ടോയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ, നമുക്ക് പോലും പരിചയം ഉണ്ടാവില്ല. നമ്മൾ അവരോട് അങ്ങോട്ട് മാറി നിൽക്കുക ഇങ്ങോട്ട് മാറി നിൽക്കുക ഒന്നും പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ നമ്മൾ ഫ്രഷ് ക്യാരറ്റ് വാങ്ങിച്ചു കേട്ടോ. ക്യാരറ്റ് എന്തോ വാങ്ങി ഞാൻ 1-2 കടി കടിച്ച് കഴിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, നേരെ മുകളിലെത്തി. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മസാല ദോശയാണ്. നമ്മൾ പിന്നെ എവിടെ പോയാലും മസാല റോസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ റോസ്റ്റ് അങ്ങനെയാണ്. ഇക്കയും കുട്ടികളൊക്കെ ഭൂരിയാണ് കേട്ടോ പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവൻ്റെ ഒരു കഷ്ണം ഭൂരി വാങ്ങി കഴിച്ചു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടം ഈ മസാല റോസ്റ്റിനോടാണ് കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് ഈ ടൂറൊക്കെ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കുറേ എണ്ണമെഴുക്കുകൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാലേ പണി കിട്ടുന്നത് നല്ല പോലെ അറിയാം. അതുകൊണ്ട് നമുക്ക് വേണ്ടത് നോക്കി നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് ഫുഡ് വാങ്ങി കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോണത് സൂയിസൈഡ് പോയിന്റിലേക്കാണ് കേട്ടോ. സംഭവം സൂയിസൈഡ് പോയിന്റ് ആണെങ്കിലും അവിടെ ഒരു ഉത്സവം നടക്കുന്നതിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല തിക്കും തിരക്കുമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് സൂയിസൈഡ് പോയിന്റ് തന്നെയാണോ എന്ന്, അത്രയ്ക്കും തിരക്കായിരുന്നു. പിന്നെ ആ പോണ വഴിക്ക് നിറയെ കടകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മുട്ടായി തെരുവിലേക്ക് പോണ പോലെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ആയിട്ടും പലതരം കടകളായിരുന്നു കേട്ടോ. കുറേ മരുന്നുകളുടെയും വിത്തുകളുടെയും അങ്ങനെയൊക്കെ ആയിട്ട് പലതരം കടകളായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ സൂയിസൈഡ് പോയിന്റ് എത്തി ഗൈസ്. ഇവിടെ മൊത്തം ഇങ്ങനെ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. മൊത്തം മഞ്ഞാണ്, ഫുൾ വൈറ്റായിട്ട് ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സൈഡ് കുറച്ച് മരങ്ങളുണ്ട്, ഇത്ര മാത്രം കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നിറയെ ജനങ്ങളും ഉണ്ട്. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാണാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, മൊത്തം മഞ്ഞ് മൂടിയിട്ട് കിടക്കുകയായിരുന്നു. പിന്നെ അത് അതിൻ്റെ തൊട്ടരികത്ത് തന്നെ കുറേ ചോക്ലേറ്റും ഒക്കെ ആയിട്ടുള്ള കടകളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടുത്തെ തിരക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ലപോലെ തിരക്കുണ്ടായിരുന്ന, ഒരു ഫോട്ടോ പോലും നമുക്ക് നിന്ന് എടുക്കാൻ പറ്റില്ല. കുറേ പേര് കമ്പിയിലൊക്കെ തൂങ്ങി നിന്നിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് അതിന് പോലും പറ്റാത്ത തിക്കും തിരക്കാണ്. ഇതാക്കണ്ടില്ല, ഇതാണ് അവസ്ഥ. നമ്മൾ തിക്കി തിരക്കിയിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. നല്ല പോലെ മഞ്ഞുണ്ട് കേട്ടോ. മഞ്ഞിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ വായിന്നൊക്കെ ഇങ്ങനെ പൊക്കെ വിടാൻ പറ്റുന്ന ആ രീതിക്കാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് നല്ല തിരക്കെന്ന് തോന്നുന്നു. എല്ലാവിടെയും തിക്കും തിരക്കാണ് കേട്ടോ. ഞങ്ങൾ കുട്ടികളിനെയൊക്കെ രണ്ട് ഭാഗത്ത് ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നടക്കുകയാണ് കേട്ടോ. ഇതാ കണ്ടില്ല, ഇങ്ങനെ മഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല കേട്ടോ. ഞാൻ നിങ്ങളും കൂടെ കണ്ടോട്ടേ പറഞ്ഞിട്ടാണ് ഇത്രയും അധികം വീഡിയോ എടുത്തിട്ട് ഇതിനൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും കൂടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് നേരം കുട്ടികളുടെ തലയിലും മുകളിലും കയ്യിലൊക്കെ ആയിട്ട്, കാരണം കൈ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ എവിടെ പോകണമെന്ന് അറിയില്ല, അത്രയ്ക്കും തിരക്കാണ് കേട്ടോ. അപ്പോൾ അതവിടെ കുതിര നിൽക്കുന്നുണ്ട്. ഞാൻ തൊടാൻ വേണ്ടി പോയി, പക്ഷെ അതങ്ങോട്ട് കാല് പൊക്കിയപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ പിന്നെ തൊട്ടില്ല, ഇങ്ങനെ ദൂരെ നിന്നിട്ട് വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. അതിൽ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അടുത്ത് പോയാലേ പേടിക്കണേ, ഞാൻ എങ്ങനെ അതിൽ കയറി നിൽക്കാനാണ്. പിന്നെ 2 കുതിരനെ അവിടെ കെട്ടിയും വെച്ചിട്ടുണ്ട്. പിന്നെ നടന്നു വരുന്ന വഴിക്കാണ് ഗോൾഫ് ക്ലബ്ബ് കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നോക്കി. അവരൊക്കെ ഇങ്ങനെ കളി കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് പേര് വരുന്നുണ്ട്, കുറച്ച് പേര് പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അവരിങ്ങനെ കളിക്കുന്നത് കാണാൻ വേണ്ടി പറ്റിയില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗോൾഫ് ക്ലബ്ബൊക്കെ കളിക്കുന്ന സ്ഥലം ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ യൂക്കാലിപ്സ് മരത്തുനിന്ന് ഇങ്ങനെ ഇലകൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മണം എനിക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇല ഇങ്ങനെ ഒരതിയിട്ടുണ്ടായിരുന്നു. നല്ല മണം കേട്ടോ യൂക്കാലിപ്സിൻ്റെ. നമ്മളിങ്ങനെ കോടാലി തൈലം കൊണ്ടുവരില്ലേ, ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരില്ലേ, ആ ഒരു മണമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് പില്ലർ റോക്കിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. 10 രൂപ 15 രൂപ അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറാനായിട്ട് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അത് കൊടുത്താലേ കയറാൻ വേണ്ടി പറ്റുള്ളൂ. കുട്ടികൾക്ക് അടക്കം എടുക്കുന്നുണ്ട് കേട്ടോ, 10ഉം 15 രൂപയായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഒരു 3 ആനകളിനെ ഇങ്ങനെ ഈ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്, പാറയിൽ. അതും അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാം. പിന്നെ അതങ്ങനെ സൂയിസൈഡ് പോയിന്റ് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ അറിയുന്നതാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇവിടെ ഉള്ളത് അവിടെ ഉള്ള ആൾക്കാരിനോട് ചോദിച്ചാൽ അറിയാം. പക്ഷെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ നടക്കുക, അതുപോലെയാണ് കേട്ടോ ഉള്ളത്. നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇവന്മാരിനെയാണ് കേട്ടോ, കുരങ്ങന്മാർ. നിറയെ കുരങ്ങന്മാരുണ്ട്. അവർക്കൊരു പേടിയില്ല, നമ്മൾ വേണം അവരിനെ പേടിക്കാനായിട്ടാ. കയ്യിൽ എന്തുണ്ടോ അതൊക്കെ പിച്ചി പറിച്ചെടുത്തോളും. ഇനിയിപ്പോൾ അത് പേഴ്സായിക്കോട്ടെ, ഫോണായിക്കോട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ തട്ടിപ്പറിച്ചെടുത്തോളും. അതുകൊണ്ട് നമ്മൾ അവരിനെ സൂക്ഷിക്കണം, അവർ നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ അവരിനെ സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഫുഡായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിലുണ്ടെങ്കിലും പോലും കൊടുക്കരുത് കേട്ടോ. നമ്മൾ കുട്ടികളാണെങ്കിൽ പോലും അവർ വന്ന് പിടിച്ച് പെറുക്കി മാന്തൊക്കെ ചെയ്യും. അത് നമ്മൾ ഗുണാ കേവിലേക്ക് കയറുകയാണ് കേട്ടോ. അനിമൽ ബോയ്സ് എടുത്ത് ആ ഗുണാ കേവ് കാണാൻ വേണ്ടി പോവുകയാണ്. സംഭവം ഇതാ കണ്ടില്ല, ഗുണാ കേവ് കയറുമ്പോൾ തന്നെ മൊത്തം മഞ്ഞാണ് കേട്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് നടക്ക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മൂടൽ മഞ്ഞാണ് കേട്ടോ. കുറച്ച് നടക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ ആ വേരുകളുള്ള സ്ഥലത്ത് പോണ സമയത്ത് കുറച്ച്
ശ്രദ്ധയോടെ കയറും ഇറങ്ങും കൂടെ വേണം കേട്ടോ. ഇക്ക കുട്ടികളെ തിരയാണ് കേട്ടോ, എന്നെ ചീത്ത പറയുന്നുണ്ട് കുട്ടികളെ കൈ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നല്ല തിരക്കാണ് ഇവിടെയും. അതുകൊണ്ട് തന്നെ കുട്ടികൾ മിസ്സായാലൊന്നും അറിയില്ല കേട്ടോ, അത്ര തിരക്കാണ്. കുട്ടികളെയൊക്കെ സൂക്ഷിച്ച് പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇതാ കണ്ടില്ല, ഇപ്പോൾ നമ്മളത് അപ്പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് നമുക്ക് ഇപ്പുറത്ത് നിന്നാൽ കാണില്ല, അത്രയ്ക്ക് മഞ്ഞ് വരാൻ തുടങ്ങി. നമ്മൾ ഈ വീഡിയോ കാണുന്നതേ കേട്ടോ, നേരിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഒരുപാട് തണുപ്പായിട്ടൊന്നും തോന്നിയില്ല, കാരണം നമ്മൾ ഇവിടുന്ന് ചുട്ട് പഴുത്തിട്ടാണല്ലോ നമ്മൾ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വല്ലാണ്ട് തണുപ്പൊന്നും തോന്നിയില്ല. ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആണെങ്കിൽ നമ്മൾ തീരെ ഇവിടെ വരില്ല എന്നാണ് കേട്ടോ പറയുന്നത്, നല്ലപോലെ തണുപ്പുണ്ടാവും. പക്ഷേ ഈ ചൂട് സമയത്ത് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലം ബെസ്റ്റാണ് കേട്ടോ ഈ കൊടൈക്കനാൽ. ഇവിടെ ഇങ്ങനെ കുറേ പേർക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുണ്ട്. കണ്ടില്ലേ, എല്ലാവിടെയും കുരങ്ങന്മാരാണ് കേട്ടോ ഉള്ളത്. നമ്മൾ നടക്കുന്ന വഴിയിലും അടുത്ത് നമ്മൾ പോലും വിചാരിക്കില്ല പെട്ടെന്ന് വന്നിട്ടുണ്ടാകും നമ്മുടെ പുറകിൽ. നമ്മൾ ചിലപ്പോൾ ബാഗായാലും ചെറിയ ബാഗ് സംഭവങ്ങൾ കവർ എന്താണെങ്കിലും ആൾക്കാർ പിടിച്ച് വലിച്ചോളും. പിന്നെ ഇതാ നമ്മളങ്ങനെ ഗുണ കേവിൻ്റെ ഉള്ളിൽ കയറി. നമ്മൾ ഈ ചുറ്റും കമ്പികളാണ് കേട്ടോ, അതിൻ്റെ അപ്പുറം നമ്മൾ കടക്കാൻ വേണ്ടി പാടില്ല. പക്ഷേ മഞ്ഞുമൽ ബോയ്സിൽ ഇതും കടന്ന് പോയിട്ടാണ് അവർ പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളാണ് കേട്ടോ ഇത് മൊത്തം. കുറേ ഭാഗത്ത് ഇങ്ങനെ ഗ്രില്ലൊക്കെ താഴത്ത് വിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. ആ ഗ്യാപ്പുകളിൽ ഇവിടെ മൊത്തത്തിൽ ബഹളാണ് കേട്ടോ. ഓരോ ഗ്യാങ് ആയിട്ടാണ് പയ്യന്മാർ വന്നിട്ട് അവർ സുഭാഷേന്ന് വിളിക്കുന്നുണ്ട്, കൂക്കും നിലവിളിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ. നമുക്ക് വീഡിയോ സൗണ്ട് ഇടാൻ വേണ്ടി പറ്റില്ല, അത്രയ്ക്ക് ബഹളമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നിറയെ വേരുകളുണ്ട്. അപ്പോൾ അത് തട്ടിത്തടരാതെ വേണം കയറാനും ഇറങ്ങാനായിട്ട് കേട്ടോ. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ അങ്ങോട്ട് വീഴും, കയറുമ്പോഴും സൂക്ഷിച്ചില്ലെങ്കിൽ വീഴും. ഒരു ഒറ്റ ചെരുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നല്ലപോലെ സൂക്ഷിക്കണം. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോ എടുത്തു കേട്ടോ, പക്ഷെ അതിനങ്ങനെ നേരെ വെച്ചിട്ടാണ് എടുത്തത്. ഈ ഒരു മരം കാണാനും നല്ല ഭംഗിയുണ്ട്, അത് മൊത്തം മഞ്ഞാണ് കേട്ടോ. നമുക്കിങ്ങോട്ട് താഴേക്ക് എന്താണ് എന്നുള്ളത് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞാണ് കേട്ടോ മൂടിയിട്ടുള്ളത്. മഞ്ഞിങ്ങനെ വരും, പിന്നെ ഒന്ന് തെളിയും കേട്ടോ, ഒരു സെക്കൻഡ് തെളിയുന്നുള്ളൂ, ബാക്കി മൊത്തം മഞ്ഞാണ് കേട്ടോ മൂടി നിൽക്കുന്നത്. പിന്നെ കുരങ്ങന്മാരും ഇതിൻ്റെ ഇടയിൽ വന്ന് നല്ലപോലെ ശല്യം ചെയ്യുന്നുണ്ട്. കുറേ ഭാഗം ഇങ്ങനെ ഗ്രില്ലിട്ടും വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരുടെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഞങ്ങളെ 1-2 ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടന്ന് പാടുപെടുന്നത് കേട്ടോ. ഈ കാണുന്ന വേരുകളിൽ പിടിച്ചിട്ട് വേണം എവിടെയെങ്കിലും ഒന്ന് നിൽക്കാനായിട്ട്. ഒറ്റ കുന്നിൻ ചെരുവാണ്, നമ്മൾ പിടുത്തം വിട്ടാൽ ചിലപ്പോൾ വീണ് പോകും. അപ്പോൾ നോക്കി വേണം നിൽക്കാനായിട്ടും കൂടെ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ കാണുന്ന ഈ വേരുകൾ പിടിച്ചിട്ട് വേണം ഓരോ ഭാഗത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട്. ഒരുപാട് മുകളിലേക്കൊന്നും കയറിപ്പോയില്ല കേട്ടോ, കാരണം പെട്ടെന്ന് വീണാലോ പേടിച്ചിട്ട് ഒരുപാട് മുകളിലേക്കൊന്നും കയറിയില്ല. ഇവിടെ തന്നെ നിൽക്കുന്നത് ഈ ഒരു കമ്പുകൾ പിടിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ കുരങ്ങന്മാരാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ തിരുമ്പോഴത്തേക്കും ബാക്കിൽ ഓടി വന്നിട്ടുണ്ടാവും. ആ ഒരു പേടിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ അങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞൊന്ന് പോയി കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ മഞ്ഞ് മൂടിയും കൊണ്ടേയിരിക്കും കേട്ടോ. ഈ മഞ്ഞ് മൂടിയിട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഇനിയും പോകണമെന്ന് തോന്നും, അത്രയ്ക്കും ഭംഗിയായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതെ, പിന്നെ ഞങ്ങൾ ഗുണ കേവിന്ന് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. നല്ലപോലെ മഞ്ഞ് കൂടിയും കുറഞ്ഞും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോണത് പൈൻ മരങ്ങളുണ്ടല്ലോ ആ ഭാഗത്തേക്കാണ് കേട്ടോ. കുറച്ച് നേരം കാലൊക്കെ കഴിച്ചപ്പോൾ അവിടേക്ക് ഇരുന്നു, പക്ഷെ എവിടെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ, മൊത്തം കുരങ്ങന്മാരാണ്. ഞങ്ങൾ പേടിച്ചിട്ടാണ് ഓരോ ഭാഗത്ത് നിൽക്കുന്നത് തന്നെ കേട്ടോ, ഫോട്ടോ എടുക്കാനായിട്ടും കൂടെ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഇങ്ങനെ പൈൻ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ്.
ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഫുഡ് സാധനം സ്നാക്സ് പോലത്തെ ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അഥവാ എന്തെങ്കിലും ഒരു ഫുഡ് സ്നാക്സ് സാധനം വാങ്ങി കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ കുരങ്ങന്മാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പുറത്തിരുന്നിട്ട് കുറച്ച് മസാല കടയിലും സ്വീറ്റ് കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ ഈ കുരങ്ങന്മാരിനെ കാണാതെ മറിച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. അതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ വന്ന് അപ്പം തട്ടിപ്പറിക്കും. കിട്ടിയത് വെച്ച് നമ്മുടെ മേത്തിലേക്ക് എറിയാണ് കേട്ടോ. അത് കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് സുഖമായി ഇനിയിപ്പോൾ നമ്മുടെ മേലേക്ക് അതിൻ്റെ നഖെങ്ങാനും പോറിക്കഴിഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേടിച്ചിട്ടാണ് ഇങ്ങനെ സ്നാക്സ് സാധനമൊക്കെ വാങ്ങി കഴിക്കുന്നത് തന്നെ കേട്ടോ. അധികം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ വാങ്ങി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടികളുടെ കയ്യിൽ ദയവ് ചെയ്തിട്ട് സ്നാക്സ് പോലത്തെ ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്താ പറഞ്ഞാൽ അതുകൾ കുരങ്ങന്മാർ വന്ന് കുട്ടിയാണെന്നില്ല വലിയവരാണെന്നില്ല വന്ന് ചാടി പെറുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കുറച്ച് നേരം നടക്കും. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കുതിരൻ്റെ പുറത്ത് ഇങ്ങനെ കയറി ഇരുന്ന് ഒരു റൗണ്ട് അടിക്കാനായിട്ട് 200 250 അങ്ങനെ എന്തോ ആണ് കേട്ടോ. ജസ്റ്റ് ഇതങ്ങനെ ഈ ഒരു റൗണ്ടിൽ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, ഞാനൊന്നും കയറിയില്ല. പിന്നെ അതുമല്ല ഫോട്ടോസ് എടുത്തിരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ അവിടെ തന്നെ എടുത്തിട്ട് ലൈവായിട്ട് ഫോട്ടോ നമ്മുടെ കയ്യിൽ തരും കേട്ടോ. അങ്ങനെയും ചെയ്തിരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു പുലിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഡമ്മി ആയിട്ട്. അതിൻ്റെ കൂടെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുക. അതിനെന്തോ 10 15 കൊടുക്കണം അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഒറിജിനലല്ല, അത് ബൊമ്മയല്ല. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കൂട്ടാക്കിയില്ല. ഞങ്ങളിങ്ങനെ ഈ പൈൻ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് അവിടുന്ന് കുറച്ച് ഫോട്ടോസും എനിക്ക് ഷോർട്സ് ഇടാനായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അത്ര വല്ലാണ്ട് മഞ്ഞൊന്നും കാണുന്നില്ല. പക്ഷേ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് നല്ലൊരു രസം. അങ്ങനെ നമ്മൾ ചുറ്റിത്തിരിഞ്ഞ് ഏകദേശം ഒരു 1:30 മണിയായിട്ടുണ്ട്. വിശപ്പിൻ്റെ വിളി തുടങ്ങി. കുട്ടികൾക്കൊക്കെ നല്ല പോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. അവരൊക്കെ വാങ്ങിച്ചത് ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മുടെ പാലക്കാടൻ ബിരിയാണി പോലത്തെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഫ്രൈഡ് റൈസാണ് കേട്ടോ. എനിക്ക് അങ്ങോട്ട് ബിരിയാണിയോട് വല്ല താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോണത് ബോട്ടിംഗ് ആണ് കേട്ടോ. ബോട്ടിങ്ങും ഉണ്ട്, അതുപോലെ സൈക്ലിങ്ങും, പിന്നെ അവിടെ ഒരു ചെറിയ പാർക്കും അവിടേക്കാണ് കേട്ടോ പോണത്. പക്ഷെ അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ഈ ട്രാവലർ നിൽക്കുന്നത് ഹോട്ടലിൻ്റെ കുറച്ച് താഴെ ഭാഗത്തായിട്ടാണ് കേട്ടോ. അവിടെ പോയിട്ട് കുട്ടികളിങ്ങനെ ജാക്കറ്റ് ഇടണം പറഞ്ഞ് അവർക്ക് തണുക്കുന്നുണ്ട്, ജാക്കറ്റ് വേണമിട്ട് അത് എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ എനിക്ക് ഈ കൊടൈക്കനാൽ വന്നപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന ഒരു പൂവാണ് കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. പക്ഷെ നിറയെ പല കളറിലും നിന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു പൂക്കൾ മാത്രമല്ല പല ടൈപ്പ് പൂക്കളുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ കൊത്തിയാവായിരുന്നു കേട്ടോ അതിൻ്റെ ചെടി പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെക്കാനായിട്ട്. അങ്ങനെ ഇതാ കണ്ടില്ല, ഓരോ ഭാഗത്തും ഓരോ ടൈപ്പ് പൂക്കൾ. പക്ഷെ എനിക്ക് ആ ഒരു പൂക്കളാണ് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായത് കേട്ടോ. ഞാൻ കുറേ നേരം ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് നിന്ന്. അങ്ങനെ നമ്മൾ അവസാനം വന്ന് ഇറങ്ങിയത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞത് ഞങ്ങൾ നേരെ റിട്ടേൺ തിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇവിടെ ഉള്ളത് ബോട്ടിംഗ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, അതുപോലെ കുതിരയുണ്ട്, അങ്ങനെ പിന്നെ ഒരു പാർക്കും എൻഡിലൊരു പാർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ബോട്ടിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ വന്നത്. ആദ്യം സൈക്കിൾ കയറാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ സൈക്കിളിൽ 2 ആൾക്ക് 150 രൂപയാണ് കേട്ടോ ഈ ഒരു റൗണ്ട് ചുറ്റി വരാനായിട്ട്. പക്ഷെ ചെറിയ ആളുള്ളത് കൊണ്ട് അവന് ഇനി ഒറ്റയ്ക്കാക്കണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ സൈക്കിൾ എടുത്തില്ല. കാരണം ഞങ്ങൾ ഈ ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ സൈഡ് ഭാഗത്തായിട്ട് കുറേ കടകളുണ്ട് കേട്ടോ. മിഠായികളായിട്ടും ഷട്ടറും ബ്ലാങ്കറ്റും പുതപ്പും അങ്ങനെ ഓരോ സംഭവങ്ങൾ വാങ്ങാനായിട്ടുള്ള കടകൾ ചുറ്റിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ വേണമെങ്കിൽ അതൊക്കെ വാങ്ങിക്കാം. പിന്നെ അതുപോലെ കുതിരയുണ്ട് കേട്ടോ. കുതിരയ്ക്കും ഇത്ര ദൂരം പോണതിന് ഇത്ര എമൗണ്ട് പറഞ്ഞിട്ട് അതിന് ഓരോ എമൗണ്ടാണ്. ബോട്ടിനും അതുപോലെ തന്നെ ഓരോ എമൗണ്ടാണ്. 6 ആളും 2 ആൾ 4 ആൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നതിന് ഓരോ എമൗണ്ടായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കയറിക്കഴിഞ്ഞാലും ഇത്ര ടൈം ഉണ്ട് കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക്. ഞങ്ങൾ കയറിയത് ചവിട്ട് ബോട്ടിലാണ് കേട്ടോ. 4 ആളായിട്ടുള്ള ചവിട്ട് ബോട്ടിലായിരുന്നു. അതിൽ 300 രൂപയാണ് വന്നത്. 30 മിനിറ്റാണ് ടൈം കേട്ടോ. നമുക്ക് ബോട്ട് തന്ന് കയറി കഴിഞ്ഞാൽ കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തിരിച്ചിവിടെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചവിട്ട് ബോട്ടിൽ ഇരിക്കുന്നത് കേട്ടോ. ബോട്ടിൽ ഇരുന്നിട്ടുണ്ട്, പക്ഷേ ഈ ചവിട്ട് ബോട്ടിൽ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ചവിട്ടി ഈ ബോട്ട് കൂടെ പോണ സമയത്ത് ഏകദേശം കൊടൈക്കനാലിൽ ഇങ്ങനെ ചുറ്റുമായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം കേട്ടോ. ചുറ്റും മരങ്ങളും അതിൻ്റെ ഇടയിൽ കോട മഞ്ഞും ഒക്കെ ആയിട്ട് ഇത് കൂടെ ഇങ്ങനെ
യാത്ര ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വേറെ ബോട്ടുകളൊക്കെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളതിലൊന്നും മുട്ടാതെ തട്ടാതെ വേണം കൺട്രോൾ ചെയ്ത് പോകാനായിട്ട്. അത് അങ്ങോട്ട് വലത്തേക്കും ഇടത്തേക്കും ഒക്കെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ രണ്ടാൾ ചവിട്ടിയും കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ സേഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നമ്മളിതൊന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് 30 മിനിറ്റ് ആവും കേട്ടോ. പക്ഷെ ഞങ്ങൾ ഒരുപാട് അറ്റത്തേക്കൊന്നും പോയില്ല. കുറച്ചങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് വരികയും കൂടെ ചെയ്തു കേട്ടോ. കാല് നല്ല പോലെ അങ്ങോട്ട് കഴിച്ച് വരും കേട്ടോ ഒരുപാട് നേരം ഇങ്ങനെ ചവിട്ടുമ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെയാണ് കേട്ടോ ചവിട്ടിയത്. ആദ്യമൊക്കെ കയറി ഇരുന്നപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് വെള്ളമായിട്ട് ഇങ്ങനെ ഏറ്റവും അടുത്തു നിന്നാണല്ലോ വെള്ളം, അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ശരിയായിട്ടാണ്. ഇരുന്ന് വന്നപ്പോൾ തന്നെ ഞാൻ എങ്ങോട്ടും അനങ്ങാതെ കയ്യും കെട്ടിയിരിക്കുന്നുണ്ടില്ല. അത് ആദ്യം ഒരു പേടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് എറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഇത് വലിയ തടാകമാണ്. അപ്പൊ നോക്ക് ഏത് വരെ ഉണ്ട്, അച്ഛൻ വരെ പോവാ. അപ്പോൾ ഇതോടെ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പ് വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങുക. ഞങ്ങൾ ഈ പാർക്കിലൊന്നും കയറിയില്ല കേട്ടോ. അതിൽ വല്ലാണ്ട് കളിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ കുഞ്ഞു കുട്ടികൾക്കുള്ളതായിരുന്നു ഊനാലിയും ഉരുസുന്നത് പോലെയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അവിടെ നിന്ന് ഒരു ഗോലി സോഡയും വാങ്ങി കഴിച്ച് കുറച്ച് ചോക്ലേറ്റും വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി. എന്നിട്ട് ഞങ്ങൾ ഇടയിൽ നിന്ന് ഫുഡ് കഴിച്ച് നേരെ വീടെത്തി. അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതെ. ഇത് സോപ്പാണ് കേട്ടോ അവിടുത്തെ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്, അതുകൊണ്ട് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇനി എനിക്ക് കയറുന്ന സമയത്ത് ചെറിയൊരു ഛർദിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഛർദിച്ചില്ല, കൺട്രോൾ ചെയ്ത് മിണ്ടാതെ അങ്ങോട്ട് കേട്ടാന്ന് ഉറങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഫോൺ ഓഫാക്കി അവിടെ വെച്ചത്. പിന്നെ തിരിച്ചു വരുമ്പോൾ നല്ല ഇരുട്ടാണ്, കാര്യമായിട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.